അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. മുമ്പുണ്ടായിരുന്നതും പുതുതായി കിട്ടിയതും നഷ്ടപ്പെട്ടു എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. മുമ്പുണ്ടായിരുന്നതും പുതുതായി കിട്ടിയതും നഷ്ടപ്പെട്ടു എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. അടുത്ത ഓപ്ഷൻ എ, പിച്ച കിട്ടിയതുമില്ല പട്ടി കടിക്കുകയും ചെയ്തു. കടിച്ചതുമില്ല പിടിച്ചതുമില്ല. പുണ്യം നോക്കാൻ പോയി പാപം പുറകെ വന്നു. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പണം. അപ്പൊ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് പഴഞ്ചൊല്ലുകൾ. അപ്പോൾ ഈ പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഡെയിലി ഒരു പഴഞ്ചൊല്ലൊക്കെ ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുമായിരിക്കും. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചിലപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ എന്ത് ചെയ്യാം, ചില കുട്ടികളെ നമ്മൾ അല്ലെങ്കിൽ ഒരാൾ നമ്മൾ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ എന്താണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഓനൊരു മടിയനാണ്, മടിയൻ മല ചുമക്കും, അതുപോലെ തന്നെയുള്ള എന്താണ് ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പഴഞ്ചൊല്ലുകൾ പലതും സന്ദർഭത്തിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അത് പറയാനുണ്ടായ ഒരു സന്ദർഭം അറിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എന്തർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് കൂടി പറയാൻ പറ്റും. ഒരു സന്ദർഭത്തിൽ ഞാനത് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ ഞാൻ ആ ഒരു പഴഞ്ചൊല്ല് അവിടെ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് സ്വാഭാവികമായിട്ടും എന്താണ് അതിൻ്റെ അർത്ഥവും എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ മുമ്പുണ്ടായിരുന്നതും അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്നതും പുതുതായി കിട്ടിയതും നഷ്ടപ്പെട്ടു എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് എന്ത് ഈ ഇവിടെ നമ്മളോട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പഴഞ്ചൊല്ലുകളെ പറ്റി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏറെക്കുറെ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പക്ഷേ അത് മനസ്സിലാവാത്തത് കുറേ എണ്ണം ഉണ്ട് താൻ. അപ്പോൾ ഈ മുമ്പുണ്ടായിരുന്നത് പുതുതായി കിട്ടിയോ നഷ്ടപ്പെട്ടു എന്ന അർത്ഥം വരുമ്പോൾ എന്താണ്, പിച്ച കിട്ടിയതുമില്ല പട്ടി കടിക്കുകയും ചെയ്തു. അതെന്താണ്, പിച്ചിട്ട് കിട്ടിയുമില്ല പട്ടി കടിക്കുകയും ചെയ്തു. അതായത് പട്ടി കടിച്ചും ചെയ്തു. അതായത് ഒരു വീട്ടിൽ നമ്മളൊരാൾ ഭിക്ഷക്ക് പോവുകയാണ്, പിച്ച കിട്ടിയില്ല പക്ഷെ പട്ടിയുടെ കടിയും കൊണ്ട്. അതായത് മുമ്പുണ്ടായിരുന്നത് പുതുതായി കിട്ടിയോ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ്, പിച്ച കിട്ടാൻ വേണ്ടി പോയത്, പിച്ച കിട്ടാൻ വേണ്ടി പോയി പക്ഷെ പട്ടി കടിച്ചു. അതൊരു കണക്ഷൻ ആവണില്ല അല്ലേ. കടിച്ചതുമില്ല പിടിച്ചതുമില്ല. പുണ്യം നോക്കാൻ പോയി പാപം പുറകെ വന്നു. പട മേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പോൾ. അതായത് ആ ഒരു ഓപ്ഷൻ ഡി എന്താണ് നമുക്ക് വേഗം ഒഴിവാക്കുക. കാരണം അത് ഇതിനായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. അതായത് നമ്മളൊരു കാര്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് പോകുമ്പോൾ എന്താണ് അത് അതിനേക്കാളും വലിയ അവസ്ഥ. അതായത് ഈ ഒരു ഇതിനെ ഒഴിവാക്കാൻ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ഷോപ്പ് കയറി അത് തിരക്കില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു ഷോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ അതിനേക്കാൾ വലിയ ആൾക്കൂട്ടം കാണുമ്പോൾ നമ്മൾ എന്തൊരു പട മേടിച്ചത്, അതായത് അവിടെ ആൾക്കൂട്ടം കണ്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഡിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു റോളില്ല. പിന്നുള്ളത് എന്താണ്, പുണ്യം നോക്കാൻ പോയി പാപം പിറകെ വന്നു. അതായത് നമ്മൾ നല്ലൊരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടു, പക്ഷെ എന്താണ് അതിന് പിന്നാലെ എന്ത് ചെയ്തു, പാപമുള്ള ഒരു സാധനം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആപ്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, കടിച്ചതുമില്ല പിടിച്ചതുമില്ല. അപ്പോൾ ഈ കടിച്ചതുമില്ല പിടിച്ചത്, അതായത് നമ്മളിപ്പോൾ ഞാനൊരു സാധനം കടിച്ച് നിൽക്കുകയാണ്, ആ കടിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എനിക്ക് വേണ്ട ഒരു സാധനം ഞാൻ കടിച്ച് നിൽക്കണം. അപ്പോൾ ഒരു 2-3 പുസ്തകമാണെങ്കിൽ പുസ്തകം വേണ്ട പുസ്തകം നമ്മൾ കടിക്കുമല്ലോ. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കടിച്ച് നിൽക്കുന്നതാണ് വിചാരിച്ചോ, ഇതൊക്കെ സങ്കല്പിക്കണം. ഞാൻ അങ്ങനെ കടിച്ച് നിൽക്കുകയാണ്, അതിൻ്റെ ഇടയിൽ ഒരു സാധനം കൂടി അവിടെ മുന്നിലേക്കണം. അപ്പോൾ എനിക്കെന്താണ്, നമുക്കൊന്ന് മുമ്പുണ്ടായിരുന്നതിനെ കുറച്ചുകൂടി വേണമെന്നില്ല. അപ്പോൾ ഞാൻ അതുകൂടി പിടിച്ച് അവിടെ പിടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ആവേശത്തിൽ വായ തുറന്നിട്ട് വായിലുള്ളതും പോയി, കൈ തട്ടിയിട്ട് കയ്യിലുള്ളതും പോയി. അപ്പോൾ രണ്ടുമാണ് പോയി. അതാണ് ഈ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറയുന്നത്. അതാണത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ കടിച്ച് നിർത്തിയിരിക്കുന്ന ഒന്ന് ഉണ്ടായിരുന്നു, പക്ഷെ എന്താണ് എൻ്റെ ആക്രാന്തം കൊണ്ട് അല്ലെങ്കിൽ ആർത്തി കൊണ്ട് എന്ത് ചെയ്ത് ഞാൻ കയ്യിലോണ്ട് എടുത്തതും എന്ത് ചെയ്തു, അതും പോയി, വായന്ന് മറ്റേതും ഊർന്നു പോയി. അതാണ് എന്ത് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതായത് മുമ്പുണ്ടായിരുന്നതും പുതുതായി കിട്ടിയതും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജന്മിത്ത ചൂഷണങ്ങൾക്കെതിരെ കുട്ടനാട്ടിലെ കർഷകർ സംഘം ചേർന്ന് പ്രതികരിച്ചതിൻ്റെ കഥ പറയുന്ന നോവൽ ഏത്? രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ, ഏണിപ്പടികൾ, അനുഭവങ്ങൾ പാളിച്ചകൾ. 4 ഓപ്ഷനാണുള്ളത്. ജന്മിത്ത ചൂഷണങ്ങൾക്കെതിരെ കുട്ടനാട്ടിലെ കർഷകർ സംഘം ചേർന്ന് പ്രതികരിച്ചതിൻ്റെ കഥ പറയുന്നത്. അപ്പോൾ ഇതിൽ 4 എന്താണ് മലയാളത്തിലെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള കൃതികളാണ്. അതിൽ ഒന്നാമത്തത് രണ്ടിടങ്ങഴി. ഇതിൽ ഉത്തരം നമുക്ക് ആദ്യം തന്നെ പറയാം. ഉത്തരമായിട്ടുള്ളത് രണ്ടിടങ്ങഴിയാണ്. അതായത് രണ്ടിടങ്ങഴി തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയൊരു നോവലാണ്. ഇപ്പോൾ രണ്ടിടങ്ങഴിയിൽ പറയുന്നത് എന്താ വെച്ചാൽ, കുട്ടനാട്ടിൽ ഇപ്പോൾ തകഴി എഴുതുന്ന ഏതൊരു കഥയിൽ അല്ലെങ്കിൽ നോവലിലെ പ്രധാനപ്പെട്ട പശ്ചാത്തലം അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് കുട്ടനാടോ അല്ലെങ്കിൽ ആലപ്പുഴയോ ആയിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ തകഴി എഴുതിയതാണ് ഈ 4 എണ്ണം. ഈ 4 എണ്ണവും തകഴിയുടെ കൃതികളാണ്. അതിൽ അവസാനത്തത് കഥയും മറ്റു 3 എണ്ണം നോവലുമാണ്. അപ്പോൾ ഈ രണ്ടിടങ്ങഴി എന്ന് പറയുന്നതിലെ ഒരു മൊത്തത്തിലൊരു പ്ലോട്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ പറഞ്ഞ പോലെ ജന്മി ഉണ്ടാവും. ജന്മിക്ക് കീഴിൽ പണിയെടുക്കുന്ന ഒരുപാട് കർഷകരുണ്ടാവും. അപ്പോൾ ഈ കർഷകർക്ക് എന്താണ് നമ്മൾ അന്ന് കൊടുത്തിരുന്നത്, എന്താണ് നെല്ല് അങ്ങനെ അളന്ന് കൊടുക്കുക ചെയ്യാം. അതായത് ഇത്ര നെല്ല്, ഇത്ര നേരം മഴത്ത് എത്ര നെല്ല്, അതായത് നമ്മുടെ കർഷകൻ പാടത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ചെറിയ ഒരു ശതമാനം മാത്രമാണ് എന്ത് അവിടെ നിന്ന് നമ്മൾക്ക് കർഷകർക്ക് കൊടുക്കുന്നത്.
അങ്ങനെ ആ കർഷകർക്ക് കൊടുക്കുന്നത് അത്രയും കുറച്ച് സാധനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് അവർക്ക് എപ്പോഴും പട്ടിണിയാണ്. സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ എന്താണ് ഒരു ബോധം, അതായത് ഞാൻ ഇങ്ങനെ കണ്ടവളല്ല അല്ലെങ്കിൽ കിടക്കേണ്ടവനല്ല എന്നുള്ളൊരു ബോധം ഉടലെടുക്കുകയും അതിനായിട്ട് അവരുടെ അവകാശങ്ങൾക്കായിട്ട് അവർ പ്രതികരിക്കുകയും ചെയ്യുന്ന കഥയാണ് തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലിലുള്ള ഒരു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് കോരൻ, ചിരുത. ഈ കോരൻ ചിരുതും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഈ കോരൻ ചിരുത് എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കൃത്യമായിട്ടുള്ള ജന്മിത്ത ചൂഷണങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ ജന്മിത്ത ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിച്ച ഒരാളാണ് ഈ കോരൻ, കഥയിലെ നായകനായിട്ട് വരുന്നത്. അവരുടെ സ്നേഹവും അതുപോലെ തന്നെ ഈ ജന്മിക്ക് കർഷകരോടുള്ള മനോഭാവമൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു നോവലാണ് രണ്ടിടങ്ങഴി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടിടങ്ങഴിയാണ് അതിന് ഉത്തരം. ജന്മിത്ത ചൂഷണങ്ങൾക്കെതിരെ കുട്ടനാട്ടിലെ കർഷകർ സംഘം ചേർന്ന്, അതായത് കുറെ കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് എന്താണ് ഒരു വർഗ്ഗബോധം ഉണ്ടാവും. അതായത് ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കേണ്ട ആളുകളല്ല എന്നുള്ളൊരു ബോധം ഉണ്ടാവുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അവിടെ വർഗ്ഗബോധം ഉടലെടുക്കുകയും അവർ പ്രതികരിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ ഈ ഒരു ജന്മിത ചൂഷണങ്ങൾക്കെതിരെ കുട്ടനാട്ടിലെ കർഷകർ സംഘം ചേർന്ന് പ്രതികരിച്ച കഥ എന്നൊക്കെ പറയുന്നത്. അടുത്തത് തോട്ടിയുടെ മകൻ. തോട്ടിയുടെ മകൻ എന്താണ് നമ്മുടെ തകഴി ശിവശങ്കരപിള്ളയുടെ വളരെ മനോഹരമായിട്ടുള്ള നോവലാണ്. തോട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, മലം കൊണ്ടുപോകുന്ന ആൾ അല്ലെങ്കിൽ മലം കോരുന്ന ആൾ. നമ്മൾ സെപ്റ്റി ടാങ്ക് ഒക്കെ പണ്ട് കാലത്ത് സെപ്റ്റി ടാങ്ക് ഒന്നും സാർവത്രികമായിട്ടില്ലായിരുന്ന സമയത്ത് എന്താണ് ഈ മാൻ ഹോളുകളൊക്കെ ഉണ്ടല്ലോ, സെപ്റ്റി ടാങ്ക് തന്നെ, ഈ മാൻ ഹോളുകൾ അതുപോലെ തന്നെ മനുഷ്യന്റെ വിസർജ്യ വസ്തുക്കളൊക്കെ എന്താണ് അതോ നമ്മൾ അത് ഒഴിവാക്കി, അതായത് അത് നമ്മൾ ഒഴിവാക്കുന്ന സാധനത്തെ ഒരു അറപ്പോട് കൂടാണ്ട് അത് കോരി ഒഴിവാക്കി ദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കളയുന്ന ആൾ. ഇന്നത്തെ പോലെ നമ്മളിപ്പോൾ ഇന്ന് സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കാൻ വിളിച്ചാൽ എങ്ങനെയാണ്, ഒരു മോട്ടർ ഉണ്ടാവും, ഒരു പമ്പ് ഉണ്ടാവും, അത് അവർ കൊണ്ടുപോകും, അവർ തന്നെ അത് കളയുകയും ചെയ്യും. പക്ഷെ ആദ്യമൊക്കെ കോരിയും കൊണ്ട് കൊണ്ടുവരും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ തോട്ടികൾ എന്ന് പറയാം. ഈ ആലപ്പുഴയുടെ പ്രദേശങ്ങൾ, ആലപ്പുഴയുടെയും അതുപോലെ തന്നെ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള കുറച്ച് തോട്ടികളുടെ അല്ലെങ്കിൽ തോട്ടികളുടെ ജീവിതത്തെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരുടെ ദാരുണ അവസ്ഥയെ മനസ്സിലാക്കി തരുന്ന നോവലാണ് എന്ന് പറയുന്നത് തോട്ടിയുടെ മകൻ. അപ്പോൾ ഈ തോട്ടിയുടെ മകനിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടികളായി ജനിച്ചാൽ നമ്മൾ തോട്ടി വരുമ്പോൾ ശരിക്കും പറയുന്നതാണ്, തോട്ടിക്ക് എന്തിൻ്റെ മണം ഉണ്ടാവും, മലത്തിൻ്റെ മണം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും തോട്ടിയുടെ മലത്തിൻ്റെ മണമല്ല നമുക്കടിക്കും, നമ്മുടെ മലത്തിൻ്റെ മണമാണ് തോട്ടിക്ക് ഉണ്ടാകുക. അത് ചിന്തിക്കാനുള്ള വിവരമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്തിൽ, ഇന്നും നമുക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിലെ തോട്ടികളുടെ ഒരു ജീവിതം അല്ലെങ്കിൽ അത്തരത്തിൽ ആ ആളുകളുടെ ഒരു അവസ്ഥയെ കൃത്യമായിട്ട് വരച്ചു കാണിക്കുന്ന നോവലാണ് തോട്ടിയുടെ മകൻ. അപ്പോൾ അതിലുള്ള കഥാപാത്രങ്ങൾ ഈ ചുടലമുത്ത് എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ തരുന്നുണ്ടാകും. കാരണം അതൊന്നും ഒരുപാട് ഇപ്പോൾ ഇതുപോലത്തെ ഒരുപാട് നല്ല നോവലുണ്ടാവും. ഒക്കെ അതിനൊക്കെ ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ അതൊക്കെ എന്താണ് ഇപ്പോൾ ജന്മിത്ത ചൂഷണങ്ങൾക്കെതിരെ എന്നുള്ളതിന് പകരം എന്താണ് കുട്ടനാട്ടിലെ ഇത്തരം തോട്ടികളുടെ അല്ലെങ്കിൽ എന്താണ് മലങ്കോരികൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്, മലങ്കോരികളുടെ ജീവിതം പ്രമേയമാക്കുന്ന തകഴിയുടെ നോവൽ ഏത്, അല്ലെങ്കിൽ എന്നെ തോട്ടിയുടെ മകൻ നോവൽ എഴുതിയത് ആരെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോരൻ, ചിരുത ഒക്കെ കഥാപാത്രമായിട്ട് വരുന്ന തകഴിയുടെ നോവൽ ഏതാണെന്നും ചോദിക്കാം, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഏത് രീതിയിലും ചോദ്യം വരാം. അപ്പോൾ ഈ തോട്ടിയുടെ മകൻ എന്നൊക്കെ ആശയം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്. അപ്പോൾ ഈ തോട്ടിയുടെ മകനിലെ തോട്ടിയായിട്ട് ജനിച്ച ഒരാൾ അയാളുടെ മകൻ എന്ത് ചെയ്യുന്നത്, സ്കൂളിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അയാൾ തോട്ടി ജോലിയല്ല ചെയ്യുന്നത്, തോട്ടിപ്പണിയല്ല ചെയ്യുന്നതെങ്കിലും എന്താണ് തോട്ടിയുടെ മകനാണ് എന്നുള്ളത് കൊണ്ട് അവൻ സമൂഹത്തിൽ പരിഹാസ്യനായി മാറുകയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ അച്ഛനൊരു ജോലി ചെയ്തിരുന്നു, അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും എന്താണ് നമ്മൾ ഇന്ന ആളുടെ മകനില്ല, ഇന്ന ആളാണ്, ഇപ്പോൾ ഒരാൾ കള്ളനായെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ പല സിനിമകളുണ്ട്, കള്ളനായ അച്ഛൻ്റെ മകൻ എന്ത് ചെയ്യും, പോലീസുകാരനാവും. പക്ഷേ കള്ളൻ എന്നുള്ള പേരെന്താണ്, അല്ലെങ്കിൽ കള്ളൻ്റെ മകൻ എന്നുള്ള പേരെന്തുണ്ടാവും എന്നുള്ളതുപോലെ തോട്ടിയുടെ മകൻ എന്നുള്ള പേരെന്തുണ്ടാവും, അവന് കൂടുതൽ അവിടെ ഒരു കൂടപ്പുറപ്പ് പോലെ എന്ത് ചെയ്യുന്നുണ്ടാവും, കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ തോട്ടിയുടെ മകൻ നമ്മുടെ തകഴിയുടെ തന്നെ നോവലാണ്. അടുത്തത് ഏണിപ്പടികൾ എന്നുള്ള നോവലാണ്. ഏണിപ്പടികൾ എന്ന നോവല് ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ജീവിതത്തെ കൃത്യമായിട്ട് വരച്ചു കാട്ടുന്ന ഒരു തകഴിയുടെ നോവലാണ് എന്ന് പറയാം. അതായത് കുട്ടനാട്ടിലുള്ള ഒരാൾ ജോലി കിട്ടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണ്. സെക്രട്ടേറിയറ്റിൽ പോയതിനു ശേഷം അവർക്ക് അവിടെ ഒരു ബന്ധം ഉണ്ടാവും. പിന്നെ നാട്ടിലേക്ക് ഒന്ന് വേറെ കല്യാണം കഴിക്കും. അങ്ങനെ അവിടെ ഒരു ഭാര്യ ഇവിടെ ഒരു ഭാര്യ എന്നുള്ള രീതിയിലൊക്കെ ജീവിച്ച് പോകുന്ന ഒരു മനുഷ്യൻ്റെ ഒരു കഥ പറയുന്ന സാധാരണ ഒരു നോവലാണ് ഏണിപ്പടി. അത് കൃത്യമായിട്ട് എന്താണ് അന്നത്തെ കാലത്തുള്ള ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ നീതി അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയാണ് എന്ത് ചെയ്യുന്നത് ഏണിപ്പടികൾ എന്നുള്ള നോവൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്നത് എന്താണ് ഇതുപോലെ തന്നെ ഒരു നല്ല മികച്ചൊരു കഥയാണ്, ഒരു ചെറുകഥയാണ്, ഒരു ആളുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാധാരണ ഒരു കഥയാണിത്, അനുഭവങ്ങൾ പാളിച്ചകൾ. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചുള്ള ജന്മിത്ത ചൂഷണങ്ങൾക്കെതിരെ. അപ്പോൾ അതേപോലെ എന്തും വരാം. അപ്പോൾ എല്ലാ മലയാളത്തിലെ ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള എല്ലാ നോവലുകളുടെയും ഒരു സാരാംശം അറിഞ്ഞിരിക്കുക എന്നുള്ളത് എന്താണ് നമുക്ക് വേണ്ടതായിട്ടുള്ളൊരു ഗുണമാണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ടിടങ്ങഴി എന്നുള്ള നോവലാണ്. ഇത് എഴുതിയത് മുഴുവൻ കൃതികൾ എഴുതിയത് എന്താണ് തകഴിയാണ്. അപ്പോൾ തകഴിയുടെ നോവലാണ് മുഴുവൻ എന്ന് അറിയുമ്പോൾ അത്രയും ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന രീതി കൂടി നോക്കുക. അപ്പോൾ നമുക്കിതിൽ ഒന്നും അറിയില്ലെങ്കിൽ തകഴിയുടെ നോവലാണ് മുഴുവനെങ്കിലും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റണം.
ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എഴുത്തച്ഛന്റെ ജന്മസ്ഥലമായി ഗണിക്കുന്നത് ഏത്? തിരുനാവായ, തിരൂര്, കാലടി, കിള്ളിക്കുറിശി. അപ്പോൾ എഴുത്തച്ഛന്റെ ജന്മസ്ഥലം, അപ്പോൾ എഴുത്തച്ഛൻ ആരാന്ന് നമുക്കറിയാം, മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജന്മസ്ഥലം, അദ്ദേഹം ജനിച്ചത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. ഏതാണ്? തിരൂരാണ് ഉത്തരം. തിരൂര് തുഞ്ചൻ പറമ്പിലാണ് എന്താണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായിട്ട് പറയുന്നത്. എഴുത്തച്ഛനെ ജീവിച്ചതായിട്ട് നമുക്ക് തെളിവുകളെ മാത്രമേ ഉള്ളൂ, ചെറിയ ചെറിയ തെളിവുകളുള്ളൂ. അല്ലാതെ എഴുത്തച്ഛൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എഴുത്തച്ഛൻ അതായിരുന്നു, എഴുത്തച്ഛൻ ഇതായിരുന്നു എന്നതാണ് നമുക്ക് കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. പക്ഷെ എന്താണ്, എഴുത്തച്ഛൻ ഒരാളവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് തക്ക തെളിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ എഴുത്തച്ഛൻ തിരൂരാണ് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ തിരൂരാണ് അദ്ദേഹം ജനിച്ചതെന്ന്, അല്ലെങ്കിൽ ജനിച്ച് ജീവിച്ചത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിരൂര് എന്ന് പറയുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ ഒരു തുഞ്ചൻ മഠമുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്മാരകമൊക്കെ ഉണ്ട്. കാലടിയിൽ ജനിച്ച ആളാണ് ശ്രീ ശങ്കരാചാര്യർ. ശങ്കരാചാര്യരാണ് എവിടെ ജനിച്ചത്? കാലടിയിൽ ജനിച്ചത്. കാലടിയിൽ ജനിച്ച നമ്മുടെ ഒരു അദ്വൈത ദർശകനാണ് ആരെന്ന് പറയുന്നത്? ശങ്കരാചാര്യർ എന്ന് പറയുന്നത്. കിള്ളിക്കുറിശി മംഗലത്ത് ജനിച്ചതാരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരാണ് എവിടെ ജനിച്ചിട്ടുള്ളത്? നമ്മുടെ കിള്ളിക്കുറിശി. ഇനി തിരുനാവായ മേൽപ്പത്തൂർ ഭട്ടത്തിരി എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ ജനിച്ചിട്ടുള്ളത്, തിരുനാവായയിൽ. അപ്പോൾ ഈ 4 സ്ഥലങ്ങളും 4 ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ജന്മസ്ഥലമാണ്. തിരുനാവായ മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സംസ്കൃത സാഹിത്യകാരനാണ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? തിരുനാവായയാണ്. അതുപോലെ തന്നെ കാലടിയിൽ ശ്രീ ശങ്കര, അതൊക്കെ പഴയ ആളുകളാട്ടോ, പഴയ ആളുകൾ, പുതിയ ആളുകളല്ല. അപ്പോൾ ഈ 4 സ്ഥലങ്ങളും പഴയ ഒരു 4 ആൾ ജനിച്ചുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ മേൽപ്പത്തൂരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണന്റെ ഭക്തനായിരുന്നു. അപ്പോൾ ഈ പൂന്താനും മേൽപ്പത്തൂരൊക്കെ ഏറെക്കുറെ ഒരേ കാലത്ത്, പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാൻ എഴുതി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പൂന്താനവും ഈ മേൽപ്പത്തൂരൊക്കെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ എന്താണ്, ഈ മേൽപ്പത്തൂര് ഭയങ്കര സംസ്കൃത പണ്ഡിതനും കവിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേൽപ്പത്തൂർ എന്ത് ചെയ്തിട്ടുണ്ട്, ശ്രീകൃഷ്ണനൊക്കെ നന്നായിട്ട് പൊക്കിയിട്ട് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പൂന്താനം എന്ത് ചെയ്തു? പൂന്താനം ഈ മേൽപ്പത്തൂരിൻ്റെ അടുത്ത് ഒരു കവിത എഴുതിയിട്ട് മേൽപ്പത്തൂരിനെ കാണിക്കണം, ഒരു സീനിയറാന്നുള്ളത് കാണിക്കണം. അപ്പോൾ മേൽപ്പത്തൂർ അയാളെ കളിയാക്കി വിട്ടു, പൂന്താനത്തിന് എഴുതാറില്ല എന്നൊക്കെ. പക്ഷേ ഒരു ദിവസം ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടിട്ട്, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്ര എന്ത്, എനിക്ക് മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഇഷ്ടമെന്ന്. വിഭക്തി പറഞ്ഞാൽ എഴുത്തിലുള്ള ഒരു ചെറിയ പ്രത്യേകത, അല്ലെങ്കിൽ എഴുത്തിനുള്ള ഒരു കഴിവിനാണ്. അപ്പോൾ ആ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം എന്താണ്? നമ്മുടെ പൂന്താനത്തിൻ്റെ ഭക്തിയാണ്. അതായത് പൂന്താനത്തിൻ്റെ ഭക്തിയാണ്, പൂന്താനം ഭക്തിയാണ്, ഭക്തിമാർഗത്തിലാണ് പൂന്താനം എഴുതുക. അപ്പോൾ പൂന്താനത്തിൻ്റെ ഭക്തി, ഇപ്പോൾ ഒരു ഭംഗിയില്ലെങ്കിൽ പൂന്താനത്തിൻ്റെ ഭക്തിപരമായിട്ടുള്ള കാര്യമാണ് എനിക്കിഷ്ടം മേൽപ്പത്തൂരിൻ്റെ ഭക്തിയേക്കാൾ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എന്താണ് പറയപ്പെടുന്നു. അപ്പോൾ അതാണ് മേൽപ്പത്തൂരിൻ്റെ ഒരു ചരിത്രം. ഈ തിരൂര് ആണ് നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നതും ഇതാക്കിയിരുന്നു. പിന്നെ അദ്ദേഹം കുറേ കാലം ചിറ്റൂരൊക്കെ പോയി താമസിച്ചിരുന്നു. ചിറ്റൂർ അദ്ദേഹത്തിന് മഠമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ കാലടി, നമ്മുടെ അദ്വൈത ദർശനം, അതായത് അദ്വൈതം ഇതിൽ രണ്ടാമതായിട്ടൊന്നുമില്ല, അദ്വൈത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ്. അതുപോലെ തന്നെ ഈ മഠങ്ങളൊക്കെ സ്ഥാപിച്ച ഒരാളാണ് ശങ്കരാചാര്യ. പക്ഷേ ഈ ശങ്കരാചാര്യർ ജനിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന സ്ഥലമാണ് കാലടി എന്ന് പറയുന്നത്. അടുത്തത് കിള്ളിക്കുറിശി മംഗലം. നമുക്കറിയാം തുള്ളൽ, സാമൂഹ്യ വിമർശനത്തിൻ്റെ ഏറ്റവും വലിയ ഉപാധിയായിട്ടിരുന്ന തുള്ളൽ. ആ തുള്ളൽ അരങ്ങത്ത് അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് കിള്ളിക്കുറിശി, അത് പാലക്കാട് ജില്ലയിലാണ്. കാലടി എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. തിരൂര് തിരുനാവായി മലപ്പുറം ജില്ലയിലുമാണ്. ഓക്കെ, മറക്കരുത്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട വ്യാകരണത്തിലൊരു ചോദ്യമാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണമേ? മരഞ്ചാടി, പോയില്ല, അരകല്ല്, പനയോല. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? മരഞ്ചാടി, പോയില്ല, അരകല്ല്, പനയോല. ഓക്കെ, ഇതിന് ഉത്തരം പറയുന്നതിന് മുൻപ് നമുക്ക് വേറൊരു സൈഡ് ഒന്ന് നോക്കാം. എന്താണ് സന്ധി? പദങ്ങൾ ചേർന്നുണ്ടാ വികാരം സന്ധിയായത്. അതായത് പദങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? 2 പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അന്ത്യവർണ്ണത്തിനോ ഉത്തരവർണ്ണ പദത്തിനോ ആദ്യവർണ്ണത്തിനോ അവയ്ക്കിടയുണ്ടാകുന്ന രൂപഭേദം, അതായത് 2 എണ്ണം തമ്മിൽ ചേരുമ്പോൾ ഭാഷയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ രൂപഭേദം, ആ രൂപത്തിനുണ്ടാകുന്ന ഭേദത്തെയാണ് അല്ലെങ്കിൽ മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സന്ധി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ആദ്യത്തെ ലോപസന്ധി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊരു വർണ്ണം ഇല്ലാതാകുന്നതാണ് ലോപസന്ധി. അതായത് 2 എണ്ണം ചേരുമ്പോൾ ഒന്നില്ലാതാകുന്നതാണ് എന്ത്? ലോപസന്ധി. 2 പ്ലസ് അടി, 2 അടി. കണ്ടു പ്ലസ് ഇല്ല, കണ്ടില്ല. അല്ല പ്ലസ് എങ്കിൽ, അല്ലെങ്കിൽ. ഇപ്പം ഇവിടെ നോക്കൂ, ഈ കണ്ടു പ്ലസ് ഇല്ല എന്നുള്ളതിൽ ഊ എന്ന് പറയുന്ന സാധനമില്ലേ, അതെന്താണ്? ഇത് തന്നെയാണ്, ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഊ എന്നുള്ളത് എന്താണ്? ഇവിടെ കട്ട് ചെയ്തിട്ട് എന്തായി? അവിടെ ഈ മാത്രം ചേർന്നു. അപ്പോൾ ആ ഊ എന്നുള്ളത് എന്ത് ചെയ്യും? അവിടെ ഇല്ലാണ്ടായി. ഇപ്പോൾ 2 എണ്ണം തമ്മിൽ ചേരുമ്പോൾ ഈ ഊ എന്നുള്ളത് ഇല്ലാണ്ടാവില്ലേ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, പോകുന്നു ഇല്ല,
ഇവിടെയും ഈ ഓ എന്നുള്ളത് പോയില്ലേ, പോകുന്നില്ല. അത് ഈ മാത്രം ചേർന്നിട്ട് പോകുന്നില്ല എന്നായി. പോകുന്നു, ഈ ഒരു സാധനം, അതായത് ഈ ഊ എന്നുള്ളത് എവിടെ, അത് പോയി. ഇനി അടുത്തത് കറുത്ത പ്ലസ് അമ്മ, കറുത്തമ്മ. അത് ഏതാണ്, ഇല്ലാണ്ടായി. ഈ താ കഴിഞ്ഞിട്ട്, അതായത് ഇപ്പൊ ഈ കറുത്തയുടെ ഈ താ കഴിഞ്ഞിട്ട് എന്തുണ്ട്, താ പറഞ്ഞ ത് പ്ലസ് ആ എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ആ എന്നുള്ളത് ഉണ്ട്, കാണൂല നമുക്ക്, നിശബ്ദമായിട്ട് നിൽക്കുന്ന അതവിടെ സൈലന്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ ഈ ആ എന്നുള്ളത് അവിടെ നിന്ന് പോയി. അപ്പൊ ഈ ഇവിടെ ഒരു ആയുണ്ട്, പിന്നെ ഈ അമ്മയുടെ ഒരു ആയുണ്ട്, രണ്ടും കൂടി ചേർന്ന് കറുത്താമ എന്നാവും, കറുത്താമ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ആ പോയതുകൊണ്ടാണ് അത് കറുത്തമ്മയാണ്. അപ്പൊ രണ്ടെണ്ണം തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ഇല്ലാതാകുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യും പറയുന്നത്, ലോപസന്ധി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആഗമസന്ധി. എന്താണ്, രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ അവക്കിടയിൽ ഒരു വർണ്ണം കൂടുതലായി വരുന്നതാണ് ആഗമസന്ധി. എത്ര നിങ്ങൾ നോക്കിയാൽ വഴി പ്ലസ് അമ്പലം, വഴി അമ്പലം. തിരു പ്ലസ് ആഭരണം, തിരുവാഭരണം. അപ്പൊ ഇവിടെ ഈ വഴി പ്ലസ് അമ്പലം എന്നുള്ളതിൽ എന്താണ്, അവിടെ ആ അമ്പലം വഴിയൊക്കെ ഉള്ള അവിടെ ഒരു യാ എന്നുള്ളത് എന്തില്ല, വരുന്നില്ല. പക്ഷെ ഇവിടെ കൂടി ചേരുമ്പോൾ വഴി പ്ലസ് അമ്പലം, വഴി അമ്പലം. തിരു പ്ലസ് ആഭരണം, തിരുവാഭരണം. ആ പ്ലസ് ഐ അവൾ. പോ പ്ലസ് ഒന്നു, പോകുന്നു അല്ലെങ്കിൽ പോകുന്നു. ഇവിടെ ഒക്കെ എന്താണ്, പുതുതായിട്ടൊന്ന് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ഒന്നും ഇല്ലാണ്ടാവണില്ല, പുതുതായിട്ട് പക്ഷെ എന്തുണ്ട്, ഒന്ന് വന്ന് ചേരുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആഗമ സന്ധി എന്ന് പറയുന്നത്. ആഗമ സന്ധി എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഒന്നും ഇല്ലാണ്ടാവണം, എങ്ങോട്ടും ആരും വരുന്നില്ല, പക്ഷെ അവിടെ എന്തുണ്ട്, അവിടെ നിന്ന് ഒന്ന് പോകുന്നുണ്ട്. അവിടെ ഉള്ളത് തന്നെ അവിടെ ഉള്ളൂ, പക്ഷെ അവിടെ നിന്ന് ഉള്ളതിൽ നിന്ന് തന്നെ എന്തുണ്ട്, ഒന്ന് പോകുന്നുണ്ട്. അതാണ് എന്ത്, ലോപസന്ധി. ഈ ലോപസന്ധി കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ആഗമസന്ധി. രണ്ടെണ്ണം ചേരുമ്പോൾ ഒന്ന് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്ന് കൂടി ചേർന്ന് വരുന്നതിനാണ് നമ്മൾ എന്ത്, ആഗമസന്ധി എന്ന് പറയുന്നത്. ഇപ്പൊ വഴി പ്ലസ് അമ്പലം, വഴി അമ്പലം. ഇവിടെ വാ വന്നു, ഇവിടെ യാ വന്നു, ഇവിടെ വാ വന്നു, ഇവിടെ കാ വന്നു, ഇവിടെ വാ വന്നു, ഇവിടെ രാവ്, ഇവിടെ തീ. ഒരു പ്ലസ് അൻ, ഒരുവൻ, ഇവിടെ വാ വന്നു. അങ്ങനെ ഒന്നിനോടൊന്ന് ചേരുമ്പോൾ മൂന്നാമതായിട്ട് ഒന്ന് വന്ന് ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ആഗമം. ആഗമം എന്ന് പറഞ്ഞാൽ വരിക, ഒന്ന് വരുന്നതിനാണ് നമ്മൾ ആഗമ സന്ധി എന്ന് പറയുന്നത്. അടുത്തത് ദ്വിത്വസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉത്തരപദാതിയിലെ വ്യഞ്ജനം ഇരട്ടിക്കുന്നതാണ് എന്ത്, ദ്വിത്വസന്ധി. അതായത് രണ്ടെണ്ണം തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ഇരട്ടിക്കുന്നതാണ് നമ്മൾ എന്തെന്ന് പറയാ, ദ്വിത്വസന്ധി എന്ന് പറയാം. താമര പ്ലസ് കുളം, താമരക്കുളം. നീല പ്ലസ് തഴ, നീലത്തഴ. പരിധിയിൽ പ്ലസ് പെടുന്നു, പരിധിയിൽ പെടുന്നു. വഴിയിൽ പ്ലസ് കൂടി, വഴിയിൽ കൂടി. ചവിട്ടി പ്ലസ് കൊന്നു, ചവിട്ടിക്കൊന്നു. അപ്പൊ ഇവിടെ എന്താണ്, ഈ താമര പ്ലസ് കുളം, താമരക്കുളം, രണ്ട് കാ വന്നു. ഈ താ എന്താ ചെയ്തു, ഇരട്ടിച്ച് രണ്ട് തായായി. ഈ പെടുന്നു എന്നുള്ളതിൽ പാ ഇരട്ടിച്ച് രണ്ട് പായായി. ഈ കാ ഇരട്ടിച്ച് രണ്ട് കായായി. ഈ കാ ഇരട്ടിച്ച് ഇവിടെ രണ്ട് കായ. അങ്ങനെ ഒന്നൊന്നോട് ചേരുമ്പോൾ ഇരട്ടിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. അടുത്തത് ആദേശസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം മാറി തൽസ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്ന് ചേരുന്നത്. വേൾ പ്ലസ് തൂ, വേട്ടു. ഇവിടെ താ പോയി എന്ത് വന്നു, ടാ വന്നു. കൺ പ്ലസ് നീര്, ഇവിടെ നാ പോയി ഒരു നാ കൂടി വന്നു. ഇവിടെ വ്രത പ്ലസ് അനുഷ്ഠിച്ച് എന്നുള്ളതിന് എന്താണ്, ഈ ഇത് പോയിട്ട്, അതായത് അമ്മ എന്നുള്ളത് പോയിട്ട് മാ വന്നു. തൻ പ്ലസ് ഇല്ലെന്ന് പറഞ്ഞതിൽ ഈ നാ പോയിട്ട് നാ വന്നു, അതായത് എന്നുള്ളത് പോയിട്ട് നാ വന്നു. അപ്പോൾ ഒന്ന് പോയിട്ട് മറ്റൊന്നത് വരുന്നതിനാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണം തമ്മിൽ ചേരുമ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഒരു നമ്മൾ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ലോപസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്ന് ഇല്ലാതാവുന്നതാണ് എന്ത്, ലോപസന്ധി. ഒന്ന് ഇല്ലാതാവുകയാണ്, അതായത് ഒന്ന് ആരും വരുന്നില്ല, പോണില്ല, പക്ഷെ അത് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് ആഗമോ, അതായത് ഒന്നിങ്ങോട്ട് വരികയാണ്, ആരും ഇവിടുന്ന് പോണില്ല, ഇങ്ങോട്ട് വരികയാണ്. മൂന്നാമത്തെ ഇരട്ടിക്കാണ് ദ്വിത്വം. നാലാമത്തത് ഇരട്ടിക്കുന്നതിന് പകരം എന്താ ചെയ്യുന്നത്, ഇല്ല ഇരട്ടിക്കുന്നതിന് ഒന്നവിടെ പോവുക, അടുത്തത് ഇങ്ങോട്ട് വരിക, അതാണ് ആദേശസന്ധി. അപ്പോൾ ഈ സന്ധികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ നമ്മുടെ പഴയ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. താഴെ തന്നെ ആഗമസന്ധി. എന്താണ് ആഗമസന്ധി എന്ന് പറഞ്ഞാൽ, ആഗമസന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒന്ന് എന്താണ്, ഒരു സാധനം എന്തില്ല, പോണില്ല, ഇങ്ങോട്ട് വരിക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനെ നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത്. മരം പ്ലസ് ചാടിയാണ് മരഞ്ചാടി. മരം പ്ലസ് ചാടി, അത് മരഞ്ചാടി ആവുക. അവിടെ എന്തില്ല, ഈ സാധനം പോകുന്നുണ്ട്. പോ പ്ലസ് ഇല്ല, എന്ത്, പോ പ്ലസ് ഇല്ല, പോയില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അര പ്ലസ് കല്ല്, എന്താണ്, അവിടെ ആരും വരുന്നില്ല, പോണില്ല. പന പ്ലസ് ഓല, പനയോല.
അവിടെ എന്തുണ്ട് പോയിട്ടാണ്. അപ്പൊ ഇതിന് ഉത്തരമായിട്ട് വരുന്നത് പോ പ്ലസ് ഇല്ല, പോയില്ല. കാരണം അവിടെ നിന്ന് എന്താണ് ഒന്ന് പോണില്ല, പക്ഷെ അവിടെ യാ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വന്നു ചേർന്നിട്ട്. അതുകൊണ്ട് എന്താണ് പോയില്ല എന്നുള്ളതാണ് എന്തിന് ഉത്തരം, ഇവിടെ കൊടുത്തിരിക്കുന്ന ആഗമസന്ധിക്ക് ഉത്തരം. ഓക്കെ, അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായി വരുന്ന വാക്യമേത്? അധ്യാപകൻ രാവിലെയും വൈകുന്നേരവും പുസ്തകം വായിക്കാൻ കുട്ടികൾ ആവശ്യപ്പെട്ടു. ഒട്ടേറെ ആളുകൾ എന്നും രാവിലെ നിത്യവും പതിവായി നടക്കാറുണ്ട്. അവൾ ക്ലാസ്സിൽ വരാത്തതിന് കാരണം എന്നത് പനിയായത് കൊണ്ടുകൂടിയാണ്. ഹിമാലയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്. ഇവിടെ നോക്കൂ, ഒന്നാമത്തത്, അതായത് ഇതിൽ തെറ്റായിട്ടല്ലാത്ത ശരിയായിട്ടുള്ള വാക്ക്, തെറ്റുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ശരിയായിട്ടുള്ളത് ഏത് വാക്കാണ് ഗ്രാമറിലും ഘടനയിലൊക്കെ കൃത്യമായിട്ട് വന്നതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്നാമത്തത് അധ്യാപകൻ രാവിലെയും വൈകുന്നേരമോ പുസ്തകം, അത് തെറ്റാണ്, വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശയപ്പിച്ചു, അത് ഒഴിവാക്കാം. അടുത്തത് ഒട്ടേറെ ആളുകൾ എന്നും രാവിലെ നിത്യവും പതിവായി നടക്കാറുണ്ട്. ഇവിടെ ഒട്ടേറെ ആളുകൾ അതുവരെ കുഴപ്പമില്ല, എന്നും രാവിലെ നിത്യവും പതിവായി. ഈ നിത്യം, പതിവ്, എന്നും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അതൊരു ആവർത്തനമാണ്. ഒട്ടേറെ ആളുകൾ എന്നും പതിവായി നടക്കാറുണ്ട്, അല്ലെങ്കിൽ ഒട്ടേറെ ആളുകൾ രാവിലെ പതിവായി നടക്കാറുണ്ടെന്ന് മതി, അല്ലെങ്കിൽ ഒട്ടേറെ ആളുകൾ എന്നും രാവിലെ നടക്കാറുണ്ടെന്ന് മതി, അല്ലെങ്കിൽ ഒട്ടേറെ ആളുകൾ നിത്യവും നടക്കാറുണ്ടെന്ന് മതി. ഇത് മൂന്നും, അതായത് എന്നും രാവിലെ നിത്യവും പതിവായി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു ആവർത്തനമാണ്. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അടുത്തത് അവൾ ക്ലാസ്സിൽ വരാത്തതിന് കാരണം പനി ആയത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ കാരണം എന്ത് പറയുമ്പോൾ അവൾ ക്ലാസ്സിൽ വരാത്തതിന് കാരണം പനിയാണെന്ന് മതി, അല്ലെങ്കിൽ കാരണം എന്നത് പനി ആയത് കൊണ്ട് കൂടിയാണ്. അതായത് പനി ആയതുകൊണ്ടാണ് വരാത്തതെന്നോ, അല്ലെങ്കിൽ കാരണം ആയതുകൊണ്ടാണ് വരാത്തത് എന്ന് മതി. അപ്പൊ ഈ കാരണം കൊണ്ടുകൂടി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരേപോലെ ആയതുകൊണ്ട് അത് ആവർത്തനമാണ്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അടുത്തത് ഇത് തെറ്റാണ്. ഹിമാലയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്. അത് ശരിയാണ്. എന്താണ് അത് ഘടനയിലും സ്ട്രക്ചറിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, അതൊരു പ്രശ്നമില്ലാത്ത ഒരു വാക്യാണെന്നുള്ളത് കൊണ്ട് എന്താണ് ഹിമാലയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടതാണെന്നുള്ളത് എന്താണ് ശരിയായിട്ടുള്ള വാക്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ശരിയായ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു അത്ര ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഓപ്ഷൻസ് ഒന്നും ഇല്ല നമ്മളെ പരീക്ഷയ്ക്ക്, അതായത് നമ്മുടെ എക്സാമിന്റെ ഷീറ്റിൽ കാണൂല. പകരം എന്താണ് ഇത്തരത്തിലുള്ള ഈ തരത്തിലുള്ള അല്ലെങ്കിൽ ഇക്കണക്കിലുള്ള ഈ കുറച്ച് നമുക്ക് വായിച്ചാൽ തന്നെ വശപ്പശയ്ക്ക് തോന്നുന്ന കുറച്ച് സെന്റൻസ് തരുള്ളൂ നമുക്ക് വിചാരിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 4 എണ്ണത്തിൽ, അല്ലെങ്കിൽ ഈ 4 എണ്ണം എന്താണ് 4 എണ്ണത്തിൽ 3 എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അത് വശപ്പശക്കാണ്. പക്ഷെ നമുക്ക് ചില സെന്റൻസ് കണ്ടാൽ അത് വശപ്പശക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 1, 2, 3 ആവർത്തി എന്ത് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇന്നതൊക്കെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഇപ്പോൾ ഈ കാരണം, കൊണ്ട്, നിത്യവും, പതി, ഇതൊക്കെ ഒരേ അർത്ഥമല്ല. അതുകൊണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരേ അർത്ഥം വരുന്നില്ല, ഒരേ രീതിയിൽ വരുന്നതൊക്കെ ആവർത്തിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കിയാൽ മതി. അതിന് പിന്നെ നമ്മളത് നോക്കിക്കൊണ്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വാക്യങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വരിക. അപ്പോൾ ഈ ജാതി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് നോക്കി വെക്കുക എന്നുള്ളതല്ലാണ്ട് എന്താണ് നമുക്ക് വേറെ കാണാണ്ടല്ലേ. ഇപ്പം നമുക്ക് അക്ഷരമാല പഠിച്ചതുപോലെ ഊഷ്മാക്കൾ, ഘോഷികൾ അതിനൊന്നും കാണാണ്ടോ, അല്ലെങ്കിൽ സന്ധി പഠിച്ചതുപോലെ സന്ധിയൊക്കെ എന്താണ് പഠിച്ചാൽ അത് കൃത്യമായിട്ട് വന്നാൽ മാത്രം എഴുതിയാൽ മതി എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് എന്താണ് ഒന്നിന് ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് ഇത്തരത്തിൽ ചോദ്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഉദാഹരണങ്ങളിൽ പ്രീവിയസ് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ.